നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് മാർച്ച് 11, 2026. അപ്പോൾ ഇന്നിങ്ങനെ വരുന്നത് നമ്മളെ രാവിലത്തെ നല്ല ഇളവയിൽ ഉണ്ടാവുന്നുണ്ട് ഉസാറുള്ള. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ നിങ്ങളുടെ ചികിത്സയെ സംബന്ധിച്ച ഉള്ള വിവരങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരുപാട് പ്രഷറുണ്ട്. പല ആളുകളും എന്നെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ആ ശ്രമിക്കൽ എന്താണെന്ന് നാളെ നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും. നാട്ടുകാരായ എല്ലാവർക്കും അതിൻ്റെ പ്രയോറിറ്റി ഉണ്ടാവും. അതിന് ഏതറ്റം വരെയും ഞാൻ പോകും, നിങ്ങൾ സംശയിക്കേണ്ട. അത് പറഞ്ഞു വരുന്നത് ഷോക്ക് ഉണ്ടായ ആളുകൾ, കിഡ്നി കംപ്ലൈൻ്റ് ആയവർ, ഓപ്പറേഷൻ ചെയ്തിട്ട് നടക്കാത്തവർ, 25,000 ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതിൻ്റെ രേഖയുള്ളവർ, പിന്നെ 50,000 ഓപ്പറേഷൻ ചെയ്തിട്ട് നടക്കാത്തവർ, ഷുഗർ ഉണ്ടായിട്ട് മാറാത്തവർ, പിന്നെ നിങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വക്കാലത്തേറ്റ് നിങ്ങളുടെ വക്കാലത്ത് ഒരു ബന്ധുവിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് കേരള ഹൈക്കോടതിയിൽ പോയിട്ട് വളരെ പെട്ടെന്ന് ഈ മരുന്നിൻ്റെ വാങ്ങിയതിൻ്റെ ബില്ലും ആ ഡോക്ടറെ സ്റ്റേറ്റ്മെൻറ്റ്, ആ ആശുപത്രിൻ്റെ ബില്ല് അത് കൊടുക്കുക. എന്നിട്ട് അതിനൊരു ഓർഡർ വാങ്ങിക്കണം. ഓർഡർ വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് പുനർചികിത്സ അതിൽ എൻ്റെ പേര് പറയണം. ഞാൻ മുഹമ്മദ് പട്ടാമ്പി, ടെക്നോളജിക്ക്, പച്ചില മരുന്ന്, ക്യാൻസർ 5,000 തരം. ഇതാണ് 5,000 തരം. അപ്പോൾ ഇത് ഇട്ടിട്ട് നിങ്ങളതിൽ കൊടുത്തിട്ട് അത് ഹൈക്കോടതിയോട് അതിന് എമർജൻസി ഒരു ഓർഡർ തരാൻ വേണ്ടി പറയണം. നിങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെങ്കിൽ ഇത് പറ്റില്ല, അതിന് വേറെ ഫയൽ ചെയ്യണം. അപ്പോൾ ഈ ഫയലായിട്ട് നിങ്ങൾക്ക് ചികിത്സ കിട്ടും. അത് നിങ്ങൾക്ക് ഏത് തരം രോഗമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അവിടെ ബോധിപ്പിക്കണം. എല്ലാ രോഗം കൂടി പറയാൻ പറ്റില്ല, 1 2 എണ്ണോ പറയാം, അതിൽ കൂടുതൽ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു ചുറ്റുപാട് എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് 25,000 രൂപ വാങ്ങും, ഈ കടലാസ് ചെയ്താൽ മാത്രം. എന്നിട്ട് എൻ്റെ കോടതിക്കുള്ള ലെറ്റർ പേരിൽ അവർക്ക് തിരിയേണ്ട ഭാഷയിൽ ഇയാൾക്ക് ഇന്ന രോഗമാണ്, അതായത് കരൾ രോഗം ഇന്ന രോഗമാണ്, ഇതിന് ഇത്ര ദിവസം കൊണ്ട് മരുന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഇയാൾ മരണപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് തരും. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ കൊടുത്താൽ, ഹൈക്കോടതിയിൽ നിങ്ങൾ കൊടുക്കുന്ന ഫയലിൻ്റെ കൂടെ കൊടുത്താൽ തീർച്ചയായിട്ടും 2-3 കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങളുടെ ഉദ്ദേശം അടിയിൽ വേറെ വേണമെങ്കിൽ നിങ്ങളത് വേറെ തരണം. എന്ന് വെച്ചാൽ ഈ 25,000 രൂപ തരുമ്പോൾ നിങ്ങൾ പറയണം, നിങ്ങൾക്ക് പിന്നെ ഇതുവരെ വാങ്ങിയ സ്ഥലത്ത് നിന്ന് അതിൻ്റെ നഷ്ടപരിഹാരം വേണം എന്ന് നിങ്ങൾ രേഖാമൂലം എനിക്ക് എഴുതി തരണം. നിങ്ങളുടെ എഴുത്ത് വാങ്ങി വെച്ചിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. അത് തിരിച്ചു തരാനൊന്നും പറ്റില്ല. കോപ്പി വേണമെങ്കിൽ നിങ്ങൾ വേറെ പിടിക്കണം. എന്നിട്ട് അത് നോക്കിയിട്ടാണ് ഞാൻ എഴുതുക. നിങ്ങൾ വന്നന്ന് ഞാൻ തരില്ല. നിങ്ങളുടെ അത് പഠിച്ച് ഒറ്റ വരിയിൽ ഒരു റിപ്പോർട്ട് എഴുതണം, നിങ്ങൾക്ക് ഇന്നതാണ് രോഗം. അത് എത്ര കാലമായി തുടങ്ങിയിട്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല, ഇതിന് ഒരു ഐറ്റത്തിനാണെങ്കിൽ ഇത്ര രൂപ, രണ്ടാമത്തേനാണെങ്കിൽ ഇത്ര രൂപ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ എമൗണ്ട് കാണിക്കും. ആ എമൗണ്ട് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആണെങ്കിലും RCC ആണെങ്കിലും ശ്രീചിത്ര ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, ഗവൺമെൻറ് ഫോർമാലിറ്റി ഹൈക്കോടതി ഇങ്ങനൊരു ഉത്തരവിട്ടുകൊണ്ട് മാത്രം പോരാ, അതിന് ബന്ധപ്പെട്ടയിടത്തേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇതിൽ കിട്ടിയാൽ എൻ്റെ ചികിത്സാ ഫീസ് നിങ്ങൾ കോടതിയിൽ അടക്കണം. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ കാര്യങ്ങൾ എത്രയാണ്. അല്ലെങ്കിൽ ഈ കോടതി എനിക്ക് നേരിട്ടിട്ട് അവിടുന്ന് ഓർഡർ അയക്കും. അപ്പോൾ ഓർഡർ അയച്ചിട്ട് വരികയെന്ന് വിചാരിച്ചാൽ 1 മാസം താമസിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് ആദ്യത്തെ കടലാസ് തന്നെ നിങ്ങൾക്ക് ഇതിന് ചികിത്സാ ഫീസ് ഇത്ര രൂപ വരും എന്ന് പറഞ്ഞിട്ട് ഇട്ട് വാങ്ങലാണ് ഏറ്റവും നന്നാവുക. ഇനി എന്തായാലും ഞാൻ 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ ഇത്തരം കേസുകൾ എടുക്കില്ല. കാരണം ഇനി ശരിക്ക് അതിൻ്റെ ഘട്ടത്തിലേക്ക് കിടക്കും. അത് നിങ്ങളൊന്ന് ആദ്യം അറിയണം. എന്ന് വെച്ചാൽ കിഡ്നി കേട് വന്നവരൊക്കെ ഇനി 25 ലക്ഷം രൂപ നേരിട്ട് അടച്ചെങ്കിലേ ശരിയാവും. അത് കോടതിയിൽ അടക്കേണ്ടി വരും. അത് മാത്രമല്ല, അതിൻ്റെ GST അടക്കേണ്ടി വരും.
ഇതിനെക്കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയപ്പെട്ടു. അതെന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് മാന്യമായ ഒരു ആരോഗ്യ മേഖല വരും എന്ന് മാത്രമല്ല, കള്ളത്തരം ചെയ്യണ ഒരാൾക്കും ലോകത്ത് എവിടെയും നിൽക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്കാണെങ്കിലും പറ്റില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ആരായിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങളാരായിട്ടും വലിയ കാര്യമൊന്നുമില്ല. കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയപ്പെടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഷുഗറിൻ്റെ കേസ്, ഈ കേസ്, ആ കേസ് എന്നൊക്കെ പറഞ്ഞതല്ലേ, അത് നിങ്ങൾക്ക് പറയണ്ടാവുമല്ലോ. കുറേ കൂടുതൽ കാര്യമൊന്നും പറയാൻ പറ്റില്ല, ഒന്നോ രണ്ടോ കാര്യം അതിൽ പറയാൻ പറ്റും. അത് കൂടിയതായിരിക്കണം പറയുന്നത്, അല്ല കുറഞ്ഞത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കുറഞ്ഞത് പറഞ്ഞാൽ അവരെന്നെ ആ സാധനം എടുക്കില്ല, അത് തള്ളും, അപ്പം തന്നെ തള്ളും. തള്ളിയാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ പൈസ പോയി, അപ്പീൽ പോകാനും കഴിയില്ല. തള്ളിയാൽ പിന്നെ എന്താ അപ്പീൽ പോകണം, നടക്കില്ല. അതുപോലെ ഹൈക്കോടതിയിൽ വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ 1,00,000 രൂപ വക്കീലിൻ്റെ ഫീസ് വേണം. മനസ്സിലായില്ലേ? വക്കീലിൻ്റെ ഫീസ് അത് ആർക്കെങ്കിലും പറ്റില്ല, നല്ല പ്രഗത്ഭൻ വക്കീലിനെ ഏൽപ്പിക്കണം. അവിടെ പോയിട്ട് ഏതെങ്കിലും വനിതനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ കഴിവില്ലാത്ത വക്കീലിനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും അങ്ങനെയൊന്നും ഉണ്ടാകരുത്. ഇത് ഇട്ടിട്ട് ഇത്ര ദിവസം കൊണ്ട് ഇന്നത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഏൽക്കുന്നവർക്ക് മാത്രമേ നിങ്ങൾ പൈസ കൊടുക്കാവൂ. പൈസ കിട്ടിയെങ്കിലേ ഇവർ ഇതാക്കുള്ളൂ. പിന്നെ രണ്ടാമത് ഒരു ഉറുപ്പ്യ തിരിച്ചു തരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കൊടുക്കുന്ന ഫയൽ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതായത് ഇങ്ങനെ ഒരു 10 പേര് നിങ്ങൾ വിവിധ കോടതിയുടെ പേരും പറഞ്ഞ്, വിവിധ ആസ്പത്രിയുടെ പേരും പറഞ്ഞ് ഹൈക്കോടതിയിൽ ചെന്നാൽ, ഈ 10 ഫയലും കൂടി സുപ്രീം കോടതിയിലേക്ക് ചെന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മെഡിക്കൽ ബോർഡിനൊക്കെ ഇളകും, കംപ്ലീറ്റ് ഇളക്കം വരുമെന്ന് മാത്രമല്ല, പിന്നെ അതിലുള്ള ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് പോലും നിങ്ങൾ ലോകത്ത് എവിടെയും കാണില്ല. ഡോക്ടറെ എന്ന് എഴുതി വെച്ച ഒരു ബോർഡ് എവിടെയും കാണില്ല. കാരണം അവർ പഠിച്ച കുലത്തിനെ കുറിച്ചിട്ട് പിന്നെ സെറ്റിൽമെൻറ്റ് കൊടുക്കേണ്ടി വരും. അതായത് എന്താണ് പഠിച്ചത്, എവിടുന്നാണ് പഠിച്ചത്, അത് കോടതി ശരിക്കാണ് പരിശോധിക്കുമ്പോൾ എല്ലാവരും തനിമുഖം പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ കള്ളത്തരം മാത്രം ഇരിക്കുന്ന ജഡ്ജിമാർ വേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം 1 2 പുറത്തേക്ക് വന്നാൽ ആ ജഡ്ജിയും അതിനെ ആസൂത്രണം ചെയ്തവരും പിന്നെ ഈ ലോകത്ത് കാണില്ല. മനസ്സിലായില്ലേ? ബാക്കിയുള്ള പൊതുജനം വിടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം, എടപ്പാളിൽ നിന്ന് 2 ആശാരിമാർ ഒന്ന് കുത്തി കയ്യിലിട്ടെന്ന് മാത്രമല്ല, ഇവരെല്ലാവരും കൂടി കുറേ ദിവസമായിരുന്നു എന്നെക്കുറിച്ചൊരു പിന്നിൽ നടന്നിട്ട് ഞാൻ ഇതുവരെ ചികിത്സിച്ചതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഞാൻ ഒരുപാട് ചികിത്സിച്ചതിൻ്റെ രേഖ ഉണ്ടായിരുന്നു. ഞാൻ പല ആൾക്കാർക്കും തുറന്ന് കാണിച്ചു കൊടുക്കലുണ്ട്, അല്ലാണ്ട് അതിൻ്റെ അഡ്രസ്സൊന്നും കൊടുക്കലില്ല. പക്ഷേ ഞാൻ ഒരു 10-35 കൊല്ലം മുമ്പേ ക്യാൻസർ പറ്റിയ ഒരാൾ എന്നോട് ഒരുപാട് ചൂടായിരുന്നു. അപ്പോൾ ആ ഫയലുകളൊക്കെ കോടതി നേരിട്ട് എടുക്കും. കോടതി ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോ കോപ്പി എടുക്കും. മാത്രമല്ല എൻ്റെ ഓഫീസിൽ വെച്ചിട്ട് അവർ വീഡിയോ പിടിക്കുക. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് മാത്രമല്ല എന്നോട് ചോദിക്കാനുള്ളത് ചോദിക്കും. മാത്രമല്ല ഈ പറയുന്നവരൊക്കെ അവരുടെ മുന്നിൽ ജനങ്ങളോട് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് എന്ന് ശരിക്ക് കോടതി ചോദ്യം ചെയ്യും. അതിൽ ഉചിതമല്ലാത്ത മറുപടി ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ജുഡീഷ്യറിയാണ്. എൻ്റെ കളിക്ക് അവർ നിൽക്കില്ല, ഞാൻ തെറ്റ് ചെയ്താൽ, തെറ്റ് പറഞ്ഞാൽ എന്നെ അവർ ചോദ്യം ചെയ്യും. വെറും ചോദ്യം ചെയ്യലായിരിക്കില്ല ഇത്, അതതിൻ്റെ ഘട്ടത്തിലേക്ക് കിടക്കും. ഒരു വളവും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ തലകുത്തി നിന്നുകൊണ്ടൊന്നും ഇത് നടക്കില്ല. കാരണം ഇതിൻ്റെ സംവിധാനം വേറെ, ജുഡീഷ്യൽ സംവിധാനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ഇരുന്നിട്ട് എന്തെങ്കിലും ഒന്ന് മാറ്റി തിരിച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വന്നാൽ ആ ജഡ്ജി അയാളുടെ ഫാമിലി കംപ്ലീറ്റ് നാശം പോകും. മനസ്സിലായില്ലേ? ജനങ്ങൾ കയറി കൈകാര്യം ചെയ്യും. കാരണം കള്ളത്തരം പറഞ്ഞാൽ ആർക്കും ശരിയാവില്ല. അപ്പോൾ ഇത് വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച തീരുമാനമാണ്. അപ്പോൾ മോഹൻ വൈദ്യരെ കൊലപാതകം ചെയ്തിട്ടുള്ള ആളുകളെ ഇതിന് കണ്ടെത്താൻ സാധിക്കും, ആ ആശുപത്രി സാധിക്കും, അതിനുപയോഗിച്ച മരുന്നിനെ സാധിക്കും. അത് വരാത്തത് കൊണ്ടാണ്. അതുപോലെ DYFIൻ്റെ ആളുകൾ ഒരുപാടെണ്ണം ഇതിൻ്റെ മുന്നേ പല ആശുപത്രികളും പൂട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. ആ സമരക്കാരെയൊക്കെ നിങ്ങൾ ഹൈക്കോടതിയുടെ മുന്നിൽ അവർ കൊണ്ടുവരും.
കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ട് കൊണ്ടുവരും. അതേറ്റ് നമുക്ക് ഇന്നല്ലെങ്കിൽ ഒരു നാൾ നമുക്ക് കാണാം. ഇന്ന് കാണില്ലെന്നും എനിക്കറിയാം, പക്ഷേ കാണും, അതിന് സംശയമൊന്നുമില്ല. അതുപോലെ ഇവിടെ വാർത്താനും ബന്ധമൊക്കെ നടത്തിയിട്ട് ഒരുപാട് നാശം ചെയ്ത ആളുകളുണ്ട്. അതുപോലെ നിയമസഭയിൽ അടിച്ചു പൊളിച്ച ആളുകളുണ്ട്. ഇവരൊക്കെ നിങ്ങൾ ഈ ഫയൽ പുറത്തേക്ക് വരുമ്പോൾ ഈ ഫയൽ നിങ്ങൾ പിന്നെ കുറച്ചൊരു ക്ഷമാപൂർവ്വം കൈകാര്യം ചെയ്താൽ ഇവരെ പിന്നെ അന്ന് ഈ വിധി ഉണ്ടാക്കിയ ജഡ്ജിമാരടക്കം നമുക്ക് കയ്യും കാലിൻ്റെ മുകളിൽ കമ്പി ഇട്ടിട്ട് കാണാൻ സാധിക്കും. അവരെവിടെ കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും എന്ന് എനിക്ക് വ്യക്തമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹൈക്കോടതി അതുപോലെ സുപ്രീം കോടതിയാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളെ നിങ്ങളും ബഹുമാനിക്കണം. കാരണം അവർ നമ്മളുടെ കാര്യത്തിന് വേണ്ടി ഇരിക്കുന്നതാണ്. ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും മോശത്തരം ചെയ്തിട്ടുണ്ടാവാം, അവരെയും കൂടി നമുക്ക് ഈ അനാവശ്യ ചുറ്റുപാടില്ല. അതായത് നിങ്ങൾക്ക് പറ്റിയ സാധനം നിങ്ങൾ പരസ്യപ്പെടുത്തണം. ഏത് സാധനം ഒരു ചികിത്സ പറ്റി നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് ഇത്തരം തകരാറുകളൊക്കെ വരുന്നത്. അപ്പോൾ മുമ്പ് എൻ്റെ അടുത്ത് ചികിത്സ നേടി പരാജയപ്പെട്ടവരൊക്കെ പുറത്തേക്ക് വരും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 2 തവണ 30 ലിറ്റർ കഷായവും 30 ദിവസത്തെ അരച്ച മരുന്ന് ഉപയോഗിക്കാണ്ട് അതിൻ്റെ ലീസ്റ്റ് കയ്യിലില്ലാണ്ട് ഒരു ശിക്ഷാ നടപടികളും എൻ്റെ പേരിൽ വരില്ല. പിന്നെ ഇടയ്ക്ക് മുങ്ങിയത് നിങ്ങളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഈ കടലാസായിട്ട് ചെല്ലുമ്പോൾ ഈ സാധനം ഇല്ലെങ്കിൽ ആ പണി നിങ്ങൾക്ക് നേരെ കിട്ടും. നല്ലപോലെ ഒന്നുമല്ല, പക്ഷേ എനിക്ക് ആ ചിലവിട്ട മുഴുവൻ പൈസയും കിട്ടും. അതിൽ ചിലവിട്ട എനിക്ക് ഒരുപാട് ആളുകൾ പിന്നെ മുങ്ങിയിട്ടുണ്ട്. ആ മുങ്ങിയ ആളുകളുടെയൊക്കെ അവർ പൊങ്ങുമെന്ന് മാത്രമല്ല എനിക്ക് അതിൻ്റെ അന്നത്തെ ചിലവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ചുറ്റുപാടൊക്കെ കംപ്ലീറ്റ് പോകുമെന്ന് മാത്രമല്ല, ഞാൻ മുടക്കിയ അധ്വാനിച്ച പൈസ എനിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഒരുപാട് കഷ്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ ഇതായിട്ടൊക്കെ നേരാവും. അപ്പോൾ എല്ലാ പൊതുജനങ്ങളോടും ഞാൻ ജനങ്ങൾക്കെതിരല്ല, സപ്പോർട്ടിലാണ്. നിയമം വരുമ്പോൾ ഞാനും നിങ്ങളും തുല്യരാണ്. ഞാൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കേണ്ടതില്ല. ഇങ്ങനെ എൻ്റെ 4 ഫയൽ നിങ്ങൾ ഹൈക്കോടതി കൊടുക്കും. എൻ്റെ ഫയലൊന്ന് ചെക്ക് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കും. അതെൻ്റെ ഒരു അപേക്ഷയാണ്. അസ്സലാമു അലൈക്കും.